ചേട്ടാ നമസ്കാരം. നമസ്കാരം. നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് പോവുകയാണ്. ട്രംപ് ഇപ്പോ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. ട്രംപ് ബാക്കൗട്ട് അടിച്ചിരിക്കുകയാണ് പലകളിൽ നിന്നും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിടയിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ട്. അത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അതായത് ഡീപ് സ്റ്റേറ്റ് ഇവിടെ ഇറക്കിയ സകല കാര്യങ്ങളും തകർന്നു തരിപ്പണമായി പോയി എന്നാണ് ആ ചർച്ചയുടെ ആധാരം എന്ന് പറയുന്നത്. ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയിലേക്ക് ഡീപ് സ്റ്റേറ്റ് പോവുകയാണ്. ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് ഡീപ് സ്റ്റേറ്റിന്റെ പിടിയിൽ നിന്ന് മാറി. അതായത് ഇനി പിടിച്ചാൽ കിട്ടില്ല ഇന്ത്യ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. പിന്നെ ഇന്ത്യക്കകത്ത് ആഭ്യന്തരമായിട്ടുള്ള കലാപങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പണ്ടൊക്കെ രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങൾക്കും അതായത് അർഹിക്കുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം കിട്ടിയിരുന്നു. അർഹിക്കുന്നതിൽ കവിഞ്ഞ പ്രാധാന്യം. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു പ്രാധാന്യവും ഇല്ലാത്തൊരു നേതാവായി രാജ്യത്ത് പരിണമിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ വലിയ റാലിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമങ്ങളിലും വാർത്തയില്ല, ഒന്നുമില്ല. പ്രധാനമായിട്ടും മാധ്യമങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ലായിരിക്കും, അത് വേറൊരു കാര്യം. ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇപ്പോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോ ആറ്റം ബോംബ് കഴിഞ്ഞ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കും എന്ന് പറയുന്നു. അതിനിടയിൽ മോദി മണിപ്പൂരിലേക്ക് പോകുന്നത്. അത് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്, അതായത് ഡീപ് സ്റ്റേറ്റിന് നമ്മുടെ രാജ്യം ഒരു കിട്ടാക്കനിയായി പരിണമിക്കുന്നു എന്നാണ് ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം. ഇതിൽ യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് നരേന്ദ്രമോദി അധികാരത്തിലേറിയതോടുകൂടി അതിന്റെ പിടി അയയുകയാണോ? എന്താണ് തോന്നുന്നത്? അയയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നരേന്ദ്രമോദി അധികാരത്തിലേറിയിട്ട് ഈ NGO-കളെ കൂട്ടിക്കെട്ടിയായിരുന്നു. ഏതാണ്ട് 20,000-20,000-ഓളം NGO-കളെ കൂട്ടിക്കെട്ടി. ഈ NGO-കളാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ പിണിയാളുകളായി വർക്ക് ചെയ്യുന്നത്. അവർ പല രൂപത്തിലുണ്ട്. പരിസ്ഥിതി ഘടകങ്ങളുടെ NGOs ഉണ്ട്. നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നത്. മനുഷ്യ അവകാശ കമ്മീഷൻ, അവകാശങ്ങളുടെ പേരിലുള്ള NGO-കളുണ്ട്. അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയുള്ള NGO-കളുണ്ട്, നായ്ക്കൾക്ക് വേണ്ടി, അങ്ങനെ സകലതിനും NGO-കളുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ NGO-കൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, നല്ല ഓഫീസുകളിലുമൊക്കെ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു വെച്ചാൽ ഇതിനെ സഹായിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് ഡീപ് സ്റ്റേറ്റുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടി വലിയ കമ്പനിയിൽ കോർപ്പറേറ്റ് ഭീമന്മാരും വൻകിട രാജ്യങ്ങളും ചേർന്ന് നയിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടൊക്കെ ഇതേപോലുള്ള NGO-കളെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് അനുകൂലമായ നീക്കം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ NGO-കൾ പ്രശ്നമുണ്ടാക്കും. ഇപ്പോൾ നമുക്കറിയാം കേരളത്തില് ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കാണ് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലമാണ് കേരളം. ചെറിയ വലിയ ഡാമൊന്നുമല്ല, പക്ഷെ അതിനെ തുടക്കം മുതൽ തന്നെ വിവിധ പരിസ്ഥിതി സംഘടനകൾ എതിർപ്പുമായി രംഗത്ത് വന്ന് അത് നടക്കാത്തൊരു സാഹചര്യം വന്നിരുന്നു. നമുക്കറിയാം കൂടംകുളത്ത് അടക്കം ഈ ആണവ നിലയത്തിന് എതിരെ വലിയ സമരം നടത്തിയ CPM ആണ്. ഇന്നലെ ഇടതുപക്ഷത്തിലെ LDF-ന്റെ വൈദ്യുതി മന്ത്രി പറയുന്നു കേരളത്തിലെ ആണവ നിലയം അനിവാര്യമാണ്, ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പിന്നാക്കം ഇതൊക്കെ നമ്മളെ പിന്നോട്ടടിപ്പിച്ചു ഒരുപാട്. പദ്ധതി ഇപ്പൊ വരേണ്ടതായിരുന്നു. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ കേരളത്തിൽ ഇറങ്ങി നിന്നിട്ട് നോക്കുമ്പോൾ NH-66-ന്റെ പണി നടക്കുന്നു. അത് എന്ന് വന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടക്കുക, വികസനം മുടക്കുക, രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കി, ഇതൊക്കെ NGO സംഘടനകൾ വഴിയും പൊളിറ്റിക്കൽ പാർട്ടികൾ വഴിയും മതസംഘടനകൾ വഴിയുമായിരുന്നു ഇത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ NGO-കളെ പൂട്ടിക്കെട്ടിയതോടുകൂടിയും ഫണ്ട് വരവ് നിയന്ത്രിച്ചതോടുകൂടി തന്നെയും നമ്മുടെ നോട്ട് നിരോധനം കൂടെ വന്നതോടുകൂടി തന്നെ ഏതാണ്ട് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഫണ്ട് ഒഴുകുന്നതിൽ നിന്നും അത് വാങ്ങി ഇനി അധികം ഇവിടെ കിടന്ന് പൊളച്ചു കഴിഞ്ഞാൽ പണി പാളും എന്നും കൂടെ വന്നു. പിന്നീട് ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ചും ടൂൾ കിറ്റുകളെ കുറിച്ചും സാധാരണ ജനങ്ങൾക്ക് പോലും ഒരു അവയർനെസ് ഉണ്ടായി. കാരണം അതുകൊണ്ടാണ് സേവ് ലക്ഷദ്വീപ് ഫോറത്തിനൊന്നും വലുതായിട്ട്, അതാണ് ഒരു മൂവ്മെന്റിന് മുമ്പോട്ട് പോകാൻ കഴിയാതെ വന്ന ഒരു വലിയ സാഹചര്യം. കാരണം പഴയ കണക്ക് ഒരിടത്ത് നിന്നൊരു ക്യാപ്സൂൾ ഇറക്കി വിടുക, എല്ലാവരും അത് ഷെയർ ചെയ്യുക, അങ്ങനെ. അപ്പൊ ഈ ടൂൾ കിറ്റ് അതുപോലെ തന്നെ ഈ ഡീപ് സ്റ്റേറ്റും എല്ലാം കൂടെ ഒരു കണക്ഷൻ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ചില സമയങ്ങളിൽ വൻകിട വ്യവസായികളെയും ഇതിനു വേണ്ടിയിട്ട് സമീപിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, പേര് അങ്ങനെയുള്ളതെന്നല്ല ഞാൻ പറയാം. ഇപ്പൊ ഇന്ത്യയിൽ ഒരു വലിയ കോർപ്പറേറ്റ് ഉണ്ടായെന്ന് കരുതുക. ആ കോർപ്പറേറ്റിന്റെ പേര് X എന്നാണ്. ആ X-നോട് പറയുന്നു, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ രാജ്യത്ത് അമേരിക്കയിൽ നിങ്ങൾക്ക് വലിയ ഒരു സംരംഭം തുറന്നു തരാം, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ നിങ്ങളുടെ വർക്കുകളൊക്കെ നിർത്തിവെക്കുക, ഒപ്പം തന്നെ നിങ്ങൾ തന്നെ ഒരു ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുക, അതായത് ഇവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ഒരു സാഹചര്യം മോശമാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഓഫർ ആണെങ്കിൽ ഇവർ ഈ പ്രസ്താവന നടത്തുന്നതോടുകൂടി ഇവിടെ ആരെങ്കിലും വരാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി വരാതാകും. അതുകൊണ്ടാണ്
ഈ ഫാക്ടറികളും മറ്റുമൊക്കെ കേരളത്തിലും മറ്റുമൊക്കെ തുടങ്ങുമ്പോൾ ഈ പരിസ്ഥിതി സംഘടനകൾ ചെയ്യുന്ന അത് ആ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, പുറത്തുള്ള ഈ മൾട്ടിനാഷണൽ കമ്പനികൾ നോക്കുമ്പോൾ അയ്യോ ഇവിടെ അത് തുടങ്ങാൻ പറ്റില്ല, ഭയങ്കര സമരം ചെയ്യുന്ന നാടാണിത്, സമരം ചെയ്യുന്ന നാട്ടിൽ എങ്ങനെയാണ് നിങ്ങളിത് കൊണ്ടുവെക്കുന്നത്? കാരണം പുറത്തുള്ള രാജ്യക്കാരന് ഈ നമ്മുടെ നാടിനെ കുറിച്ചോ ഒന്നും വലിയ ബോധമുണ്ടാകണമെന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ പുതിയ സംവിധാനം വന്ന് തെലുങ്കാനയിലും UP-യിലുമൊക്കെ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ തരാം, നിങ്ങൾ ഓൺലൈനിൽ ചെയ്താൽ മതി, ഓഫീസിൽ പോലും വന്നാണ്ട് ആർക്കും 10 പൈസ കൊടുക്കണ്ട എന്ന നിലയിലേക്ക് പോയി. ഇത് ഇങ്ങനെ ആഴത്തിൽ പടർന്നു കിടക്കുന്ന ഒന്നാണ് ഡീപ് സ്റ്റേറ്റ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷണം നമ്മുടെ ചുറ്റുപാടുണ്ട്, നമ്മുടെ അടുത്തുണ്ട്. എല്ലാവരും ചോദിക്കും എങ്ങനെ അറിയാൻ പറ്റും? സിമ്പിളാണ് അവരെ അറിയുന്നത്. എന്ത് കാര്യം നമ്മൾ വന്നാൽ, അത് സ്റ്റേറ്റിന്റെ ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ, ഏത് കാര്യം വന്നാലും അതിനെ എതിർത്തുകൊണ്ടെത്തുന്ന ആദ്യ വിഭാഗം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ ആ പോസ്റ്റ് ഇടുന്നവർ ഡീപ് സ്റ്റേറ്റിൽ നിന്ന് പണം പറ്റുന്നുണ്ടാകില്ല, പക്ഷെ ആ പോസ്റ്റ് ഇടുന്നവരുടെ ബ്രെയിൻ, അതിന് മുകളിലിരിക്കുന്നവൻ ഹൈജാക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന സാധനമാണ്. നമ്മൾ സാധാരണ പറയാം അന്തം കമ്മി എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ അത് അന്തം കമ്മിയുടെ അല്ല, ഹൈജാക്ക് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അവൻ എവിടെയാണ് ഹൈജാക്കിങ് തുടങ്ങിയതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിലൂടെ അവൻ വലിയ ഹൈജാക്ക് തുടങ്ങി, ചരിത്രം എഴുതി അങ്ങനെ തുടങ്ങിയത് ഒരു ഇത്. കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല. അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന സാംസ്കാരികപരമായി, വിദ്യാഭ്യാസപരമായിട്ട്, ഭാഷാപരമായിട്ടൊക്കെ ഇവർ നുഴഞ്ഞു കയറി വർഷങ്ങളായിട്ട് അവർ പണിപ്പെടുത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താണ് സൈനിക പോസ്റ്റുകൾ പോലെയാണ് ഇത്. ഏത് നിമിഷം വേണമെങ്കിലും ഇവർക്ക് ഇത് ഓൺ ചെയ്യാൻ കഴിയും. പക്ഷെ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇതിനെല്ലാം അടച്ചങ്ങ് പൂട്ടാൻ തുടങ്ങി. പൂട്ടിക്കഴിഞ്ഞിട്ടും പക്ഷെ സജീവമാണ് ഇപ്പോഴും. നമ്മൾ പൂട്ടി എന്ന് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ഉള്ളിടത്തു നിന്നാണ് ഇത്രയൊക്കെ നമ്മൾ പൂട്ടി വരുന്നത്. അപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അദ്ദേഹം കയറിയിട്ട് ആകെ 11 വർഷമേ ആകുന്നുള്ളൂ, അല്ല നൂറ്റാണ്ടൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നൊക്കെ പൂട്ടിക്കെട്ടിക്കേണ്ടി വരും. അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യും. ആ ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യ നടന്നത്. ട്രംപ് താരിഫിന്റെ പ്രഖ്യാപിക്കുന്നു, അതിനുവേണ്ടി രാഹുൽ ഗാന്ധി തുള്ളിച്ചാടുന്നു, ദേ കണ്ടില്ലേ എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി പ്രതീക്ഷിച്ചിട്ട് 2 രീതിയിലാണ് ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചത്. ഒന്ന്, ഈ താരിഫ് ട്രംപുമായിട്ട് ഒരു എത്തിയിരുന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും കർഷകരെ ഇളക്കി വിട്ടുകൊണ്ടൊരു പ്രക്ഷോഭമായിരുന്നു. പക്ഷെ അതെന്തായാലും നടന്നില്ല, വ്യാപാര കരാർ ഒപ്പിട്ടതുമില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ട്രംപ് ഈ താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വലിയൊരു ആറ്റം ബോംബ് എന്തോ അനുഭവമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നു. പഴകി തുരുമ്പിച്ച ഒരു ആരോപണം എടുത്തിടുന്നു. എന്താണ് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ആരോപണം എടുത്തിടുന്നു. വലിയ കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ അതെല്ലാം പൊളിച്ചെടുക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അത് എന്ത് പറ്റുന്നു, ഈ യാത്ര തുടങ്ങുന്നു. വലിയ മാധ്യമങ്ങൾ, അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വലിയ ഇത്, രാഹുൽ ഗാന്ധി പറക്കുന്നു, ജനം വരുന്നു, ആള് കൂടുന്നു. അവസാനം രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയുടെ ആളുകൾ പോലും ഫേക്ക് ആണ് എന്നുള്ളത് ഫാക്ട് ചെക്കിൽ കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നീട് അത് സംഭവിച്ചത് എന്താണ്, ഇന്നലെ ആയിരുന്നു പട്നയില് ഈ ചോറി യാത്രയുടെ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയുടെ സമാപനം. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട്, ഞാൻ ഇന്നലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ മീഡിയസ്, കേരളത്തിലെ അല്ല, നമ്മുടെ നാഷണൽ മീഡിയസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതില്ല. കാരണം രാഹുൽ ഗാന്ധി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. തുടങ്ങുമ്പം ഒരു വലിയ ബൂമിങ് അദ്ദേഹത്തിനുണ്ടാകും, അവസാനിക്കും. ഇതിനു മുമ്പ് ഒരു യാത്ര ഉണ്ടാകും, ജോഡോ യാത്ര. എങ്ങനെ അത് അവസാനിച്ചത്? കാശ്മീരിലൊക്കെ പുള്ളി ലാസ്റ്റ് പോയി എത്ര പേരുണ്ടായിരുന്നു അവിടെ? അത് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി അവസാനിപ്പിച്ചു. അന്ന് പറഞ്ഞ് മമത വരും, കിമത വരും എന്നൊക്കെ പറഞ്ഞ് മമതയും ആരും ഒന്നും അവിടെ കണ്ടുവന്നുമില്ല, ആരും വന്നില്ല. അത് അവിടെ തന്നെ അടിയും പിടിയും ബലഹളമായിട്ട് അതവിടെ അവസാനിപ്പിച്ചു. ചീറ്റുകയാണ്. അതായത് വലിയ ഹൈപ്പിൽ ഇങ്ങനെ കൊണ്ടുവരിക, അത് അവസാന നിമിഷം ആകുമ്പോഴത്തേന് എന്താണ്, നമ്മൾ പറയില്ലേ, നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൊണ്ടിരുന്ന ഒരു സാധനം അവസാനം ചീറ്റിപ്പോന്നു, ആരും അറിയാത്ത. അപ്പൊ ഈ പട്നയിൽ ഇന്നലെ നടന്ന റാലി അത് ഭയങ്കരമായിരുന്നു. മറ്റാണെന്ന് പറഞ്ഞാൽ വേറെങ്ങും ആ വാർത്തയില്ല. എന്താണെന്നറിയാവോ, അതിന് യാതൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇവർക്ക് പൊളിഞ്ഞു പോയത് ഈ ബീഹാറിൽ കള്ളവോട്ടിന്റെ കാര്യത്തിൽ പറഞ്ഞു സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി എന്തായാലും പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരി, ഇവർക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ അതിനൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. എന്നിട്ട് സുപ്രീം കോടതി വെച്ച് പണിയുണ്ട്. നല്ല കാര്യം കൂടെ സുപ്രീം കോടതി പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു നിങ്ങളെ കണക്കുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ് ഇവരുടെ വോട്ട് ചേർക്കുക എന്നുള്ളത്. നിങ്ങൾ എന്ത് വില കൊടുത്ത് വോട്ട് ചേർക്കണമെന്ന് കൂടെ പറഞ്ഞു. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാരാണല്ലോ വോട്ട് ചേർക്കാൻ പോകുന്നത്. ഈ ഇത്രയും ലക്ഷം പേരെ ബീഹാറിൽ നിന്ന് കളഞ്ഞിട്ട് അവിടെ ആകെ എത്തിയത്, ഞങ്ങളെ അന്യായമായി വെട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ആകെ എത്തിയത് എത്ര പേരാണെന്നറിയാം ധനുഷേ? 35,000 പേരാ. 65 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പം ആകെ വന്നത് 35,000 പേരാ. ഇനി 35,000 പേരുടെ രേഖ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ശരി നിങ്ങളുടെ രേഖ പരിശോധിച്ച് ഞങ്ങൾ നോക്കാം. 35,000 പേരെ പരാതിയായിട്ട് വന്നത്. അപ്പൊ ബാക്കിയുള്ളവരോട് പോയി ആവിയായിട്ട് പോയോ? അപ്പൊ അത് പറയാൻ കഴിയില്ല ഇവർക്ക്, അവർക്ക് ഇത് മിണ്ടാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മറ്റേ കർണാടകത്തിലെ ഒരു മണ്ഡലത്തിൽ, അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ 2 കാര്യങ്ങൾ അവർ ചെയ്തു. ഈ കർണാടകത്തിലെ പൊളിഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവർ അടുത്ത ചെയ്ത പണിയാണ് ധർമ്മസ്ഥല. ഇപ്പൊ ധർമ്മസ്ഥലയെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. അവനൊക്കെ അകത്തുപോയി, വാർത്ത ചമച്ചവനകത്ത് പോയി, കൊണ്ടുവന്നവനകത്ത് പോയി, മലയാളി മാധ്യമ പ്രവർത്തകർ അവിടെ കണ്ട അവർ പഞ്ഞിക്കിടും, ആ അവസ്ഥയിലെത്തി. അപ്പൊ 2 സാധനങ്ങളാണ് ഈ ട്രംപിന്റെ, അതായത് പുറത്തു നിന്ന് ട്രംപ്
താരിഫ് ഉയർത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാഴ്ത്തും ഇന്ത്യയെ സാമ്പത്തികമായിട്ട്. അകത്ത് നിന്ന് ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ ശിഥിലമാക്കാനുള്ള ടൂൾ കിറ്റുകളും ഒപ്പം തന്നെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനവുമായിരുന്നു ധർമ്മസ്ഥല എന്നും ഇപ്പൊ നടന്ന ഈ രാഷ്ട്രീയ കോലാഹലവും എന്നും പറയുന്നത്. ആ രാഷ്ട്രീയ യാത്രയിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയെ കുറിച്ച് മോശമായിട്ട് ഇപ്പൊ ഒരാളെ അറിയുന്നത് മുദ്രാവാക്യം വിളികളൊക്കെ പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു കാഴ്ച. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ലീഡറാണ്, പ്രതിപക്ഷ നേതാവാണ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഒരു ലെവൽ പിന്നെന്താ നേതാവിനെ പോലെ ആകരുത്. കാരണം പൊളിറ്റിക്കൽ നേതാക്കളെ നമുക്കറിയാം, ചിലരൊക്കെ വെറും മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ അവരങ്ങനെ ഒരു വലിയ പ്രൊഫൈലുള്ള നേതാക്കന്മാരൊന്നുമല്ല. പക്ഷെ ആ ഒരു നിലവാരത്തിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി മാറരുത് എന്നുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. എന്തേറ്റ് കൊണ്ടുവന്നത് പുറത്തുനിന്നും അകത്തുനിന്നും വർക്ക് ചെയ്ത ഒരു വലിയ അവരുടെ ഒരു പരാജയപ്പെടാൻ നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ എത്തുന്നുണ്ട്. 13-ാം തീയതി മണിപ്പൂർ എത്തുന്നുണ്ട്. അതോടുകൂടി തന്നെ മണിപ്പൂരിൽ എവിടെ മോദി വന്നു എന്ന ചോദ്യത്തിനും ഉത്തരവാകും. ഒപ്പം തന്നെ എന്താണ് ഇന്ന് സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോ കൂടുതൽ രാജ്യങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യം. പദ്ധതികളും പ്ലാനും പൊളിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.